ക്ഷേമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 1 ബൈബിൾ ക്വിസ്. യോഹന്നാൻ സുവിശേഷം എഴുതിയത് എവിടെ വെച്ചാണ്? AD 100 എഫെസോസിൽ വെച്ച് എഴുതിയതാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. ആദിയിൽ ഉണ്ടായിരുന്നതെന്ത്? യോഹന്നാൻ 1:1. വചനം. ദൈവത്തോടുകൂടെ ആയിരുന്നതെന്ത്? യോഹന്നാൻ 1:1. വചനം. ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്ന വചനം ആരായിരുന്നു? യോഹന്നാൻ 1:1. ദൈവമായിരുന്നു. സകലവും ആര് മുഖാന്തരം ഉളവായി? യോഹന്നാൻ 1:3. വചനം മുഖാന്തരം ഉളവായി. വചനത്തിൽ എന്തുണ്ടായിരുന്നു? യോഹന്നാൻ 1:4. ജീവൻ ഉണ്ടായിരുന്നു. വചനത്തിൽ ഉണ്ടായിരുന്ന ജീവൻ എന്തായിരുന്നു? യോഹന്നാൻ 1:4. മനുഷ്യരുടെ വെളിച്ചം ആയിരുന്നു. എന്ത് വെളിച്ചത്തെ പിടിച്ചടക്കിയില്ല? യോഹന്നാൻ 1:5. ഇരുൾ. വെളിച്ചം എവിടെ പ്രകാശിക്കുന്നു? യോഹന്നാൻ 1:5. ഇരുളിൽ പ്രകാശിക്കുന്നു. ദൈവം അയച്ചിട്ട് വന്ന മനുഷ്യന്റെ പേര് എന്താണ്? യോഹന്നാൻ 1:6. യോഹന്നാൻ. യോഹന്നാൻ വന്നതെന്തിന്? യോഹന്നാൻ 1:7. വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ. യോഹന്നാൻ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞതെന്തിന്? യോഹന്നാൻ 1:7. എല്ലാവരും വിശ്വസിക്കേണ്ടതിന്. ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നതെന്ത്? യോഹന്നാൻ 1:9. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലുണ്ടായിരുന്നപ്പോൾ ലോകം എന്തു ചെയ്തില്ല? യോഹന്നാൻ 1:10. അവനെ അറിഞ്ഞില്ല. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം എന്തിലേക്കാണ് വന്നത്? യോഹന്നാൻ 1:11. സ്വന്തത്തിലേക്ക്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ എന്ത് അധികാരമാണ് കൊടുത്തത്? യോഹന്നാൻ 1:12. ദൈവമക്കളാകാനുള്ള അധികാരം. ദൈവമക്കൾ എന്തിൽ നിന്നല്ല ജനിച്ചത്? യോഹന്നാൻ 1:13. രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല. വചനം എന്തായി തീർന്നു? യോഹന്നാൻ 1:14. ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നപ്പോൾ എന്താണ് കണ്ടത്? യോഹന്നാൻ 1:14. അവന്റെ തേജസ്.
വചനം ജഡമായി തീർന്ന് എന്ത് നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ 1:14. കൃപയും സത്യവും. എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുൻപനായി തീർന്നു എന്ന് പറഞ്ഞത് ആരാണ്? യോഹന്നാൻ 1:15. യോഹന്നാൻ സ്നാപകൻ. എന്തിൽ നിന്നാണ് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചത്? യോഹന്നാൻ 1:16. അവന്റെ നിറവിൽ നിന്ന്. ആര് മുഖാന്തരമാണ് ന്യായപ്രമാണം ലഭിച്ചത്? യോഹന്നാൻ 1:17. മോശ മുഖാന്തരം. യേശുക്രിസ്തു മുഖാന്തരം എന്താണ് വന്നത്? യോഹന്നാൻ 1:17. കൃപയും സത്യവും. ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്തതാരെയാണ്? യോഹന്നാൻ 1:18. ദൈവത്തെ. ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിലും ആരാണ് ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്? യോഹന്നാൻ 1:18. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ. യോഹന്നാനോട് അവൻ ആരെ എന്ന് ചോദിക്കാൻ യഹൂദന്മാർ ആരെയാണ് അയച്ചത്? യോഹന്നാൻ 1:19. പുരോഹിതന്മാരെയും ലേവ്യരെയും. യോഹന്നാൻ എന്താണ് ഏറ്റു പറഞ്ഞത്? യോഹന്നാൻ 1:20. ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റു പറഞ്ഞു. പുരോഹിതന്മാരും ലേവ്യരും എന്താണ് യോഹന്നാനോട് ചോദിച്ചത്? യോഹന്നാൻ 1:21. നീ ഏലിയാവോ? നീ പ്രവാചകനോ? യെശയ്യാവിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് താൻ ആരാണെന്നാണ് യോഹന്നാൻ പറഞ്ഞത്? യോഹന്നാൻ 1:23. കർത്താവിന്റെ വഴി നേരെയാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. യഹൂദന്മാർ യോഹന്നാന്റെ അടുക്കൽ അയക്കപ്പെട്ടവർ ആരുടെ കൂട്ടത്തിലുള്ളവർ ആയിരുന്നു? യോഹന്നാൻ 1:24. പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവർ. യഹൂദന്മാർ യോഹന്നാന്റെ അടുക്കൽ അയക്കപ്പെട്ട പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവർ അടുത്തതായി എന്ത് ചോദ്യമാണ് യോഹന്നാനോട് ചോദിച്ചത്? യോഹന്നാൻ 1:24. നീ ക്രിസ്തു അല്ല, ഏലിയാവല്ല, പ്രവാചകനും അല്ല എന്ന് വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത്? യോഹന്നാൻ താൻ എന്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നാണ് പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞത്? യോഹന്നാൻ 1:26. വെള്ളത്തിൽ. തന്റെ പിന്നാലെ വരുന്നവന്റെ എന്ത് ചെയ്യാൻ താൻ യോഗ്യനല്ലെന്നാണ് യോഹന്നാൻ പറഞ്ഞത്? യോഹന്നാൻ 1:27. ചെരുപ്പിന്റെ വാറ അഴിപ്പാൻ. യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുകയും അവൻ ആരാണെന്ന് അവനോട് ചോദിക്കാൻ അയക്കപ്പെട്ട പുരോഹിതന്മാരോടും ലേവ്യരോടും സംസാരിക്കുകയും ചെയ്തത് എവിടെ വെച്ചായിരുന്നു? യോഹന്നാൻ 1:28. യോർദാൻ അക്കരെ ബെഥാന്യയിൽ. യേശു തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ ആദ്യം എന്താണ് പറഞ്ഞത്? യോഹന്നാൻ 1:29. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? യോഹന്നാൻ 1:30. എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുൻപനായി തീർന്നു.
യോഹന്നാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നതെന്തിന്? യോഹന്നാൻ 1:31. യേശുക്രിസ്തു ഇസ്രയേലിന് വെളിപ്പെടേണ്ടതിന്. യേശുവിനെ സംബന്ധിച്ച് യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് എന്ത് കണ്ടു എന്നാണ് സാക്ഷ്യം പറഞ്ഞത്? യോഹന്നാൻ 1:32. ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അത് അവന്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല. വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ യോഹന്നാനെ അയച്ചവൻ അവനോട് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിപ്പാൻ വരുന്നവനെ എങ്ങനെ തിരിച്ചറിയാമെന്നാണ് പറഞ്ഞത്? യോഹന്നാൻ 1:33. ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു. യോഹന്നാനെ അയച്ചവൻ അവനോട് വരുന്നവൻ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? യോഹന്നാൻ 1:33. അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു. യോഹന്നാൻ യേശുവിനെ കാണുകയും ആര് തന്നെയെന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. യോഹന്നാൻ 1:34. ദൈവപുത്രൻ തന്നെയെന്ന്. യോഹന്നാൻ തന്റെ 2 ശിഷ്യന്മാരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കി എന്തു പറഞ്ഞു? യോഹന്നാൻ 1:35. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവന്റെ ശിഷ്യന്മാർ എന്തു ചെയ്തു? യോഹന്നാൻ 1:35. യേശുവിനെ അനുഗമിച്ചു. യോഹന്നാന്റെ ശിഷ്യന്മാർ പിന്നാലെ വരുന്നത് കണ്ട് യേശു അവരോട് ചോദിച്ചതെന്ത്? യോഹന്നാൻ 1:38. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? യോഹന്നാന്റെ 2 ശിഷ്യന്മാർ എങ്ങനെയാണ് യേശുവിനെ അഭിസംബോധന ചെയ്തത്? യോഹന്നാൻ 1:38. റബ്ബി എന്ന് അഭിസംബോധന ചെയ്തു. റബ്ബി എന്ന് വെച്ചാൽ എന്താണ്? യോഹന്നാൻ 1:38. ഗുരു. യോഹന്നാന്റെ 2 ശിഷ്യന്മാർ യേശുവിനോട് എന്താണ് ചോദിച്ചത്? യോഹന്നാൻ 1:38. റബ്ബി, നീ എവിടെ പാർക്കുന്നു? യോഹന്നാന്റെ ശിഷ്യന്മാർ യേശു വസിക്കുന്ന ഇടം കണ്ട് എന്തു ചെയ്തു? യോഹന്നാൻ 1:39. അന്ന് അവനോടുകൂടെ പാർത്തു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് യേശുവിനെ അനുഗമിച്ച യോഹന്നാന്റെ 2 ശിഷ്യന്മാരിൽ ഒരാൾ ആരായിരുന്നു? യോഹന്നാൻ 1:40. ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ്. അന്ത്രയോസ് തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട് പറഞ്ഞതെന്താണ്? യോഹന്നാൻ 1:41. ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. ഗ്രീക്കിൽ മശിഹ എന്ന എബ്രായ പദം എന്താണ് അർത്ഥമാക്കുന്നത്? യോഹന്നാൻ 1:41. ക്രിസ്തു. പത്രോസിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു അവനെ ആരുടെ മകനായി തിരിച്ചറിഞ്ഞു? യോഹന്നാൻ 1:41.
യോഹന്നാന്റെ പുത്രനായ ശീമോൻ. യേശു യോഹന്നാന്റെ പുത്രനായ ശീമോനെ നോക്കി അവന് എന്തു പേരാകും എന്നാണ് പറഞ്ഞത്. യോഹന്നാൻ 1:42. കേഫ എന്നു പേരാകും. യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ആരെയാണ് കണ്ടത്? യോഹന്നാൻ 1:43. ഫിലിപ്പോസിനെ. ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞതെന്ത്? യോഹന്നാൻ 1:43. എന്നെ അനുഗമിക്ക. ഫിലിപ്പോസും അന്ത്രയോസും പത്രോസും ഏത് പട്ടണത്തിൽ നിന്നുള്ളവരായിരുന്നു? യോഹന്നാൻ 1:44. ബേത്സയിദ. ഫിലിപ്പോസ് ആരെ കണ്ട് അവനോട് നസറേത്തിലെ യേശുവിനെ കുറിച്ച് പറഞ്ഞു? യോഹന്നാൻ 1:45. നാഥനയേലിനെ. ഫിലിപ്പോസ് യേശുവിനെ കുറിച്ച് നഥനയേലിനോട് വിവരിച്ചത് എങ്ങനെ? യോഹന്നാൻ 1:45. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. യേശു എവിടത്തുകാരൻ എന്നാണ് ഫിലിപ്പോസ് നഥനയേലിനോട് പറഞ്ഞത്? യോഹന്നാൻ 1:45. യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ. നഥനയേൽ ഫിലിപ്പോസിനോട് യേശുവിനെ കുറിച്ച് എന്ത് ആക്ഷേപമാണ് ചോദിച്ചത്? നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന നഥനയേലിന്റെ ചോദ്യത്തിന് ഫിലിപ്പോസിന്റെ പ്രതികരണം എന്തായിരുന്നു? യോഹന്നാൻ 1:46. വന്നു കാണുക. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് കണ്ട് യേശു ആദ്യം പറഞ്ഞത് എന്താണ്? യോഹന്നാൻ 1:47. ഇതാ സാക്ഷാൽ ഇസ്രയേല്യൻ, ഇവനിൽ കപടം ഇല്ല. എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് നഥനയേൽ യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞതെന്ത്? യോഹന്നാൻ 1:48. ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. യേശു നഥനയേലിനോട് അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നഥനയേൽ എങ്ങനെയാണ് പ്രതികരിച്ചത്? യോഹന്നാൻ 1:49. റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രയേലിന്റെ രാജാവ്. യേശു നഥനയേലിനോട് താൻ എന്ത് കാണുമെന്നാണ് പറഞ്ഞത്? യോഹന്നാൻ 1:51. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവപുത്രന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നീ കാണും. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.